കണ്ണൂരിൽ മരുന്ന് മാറി നൽകിയതിനെ തുടർന്ന് 8 മാസം പ്രായമായ കുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ. ഡോക്ടർ കുറിച്ച് നൽകിയ മരുന്നിന് പകരം മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നൽകിയത് അമിത ഡോസുള്ള മറ്റൊരു മരുന്നാണ്. ഇത് കുഞ്ഞിന്റെ കരളിന്റെ പ്രവർത്തനത്തെ ബാധിച്ചതായി ഡോക്ടർമാർ പറഞ്ഞു. ഇന്നലെ കുട്ടിയുടെ കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലത്തേക്ക് അത് ഭാഗ്യത്തിന് 1.1 ആയിട്ടുണ്ട്. അതായത് കുട്ടി ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് തരണം ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ ഇത്. അപ്പോൾ ഇനിയും കുട്ടി ബാഡാവണം നമ്മൾ ചെയ്യേണ്ടത് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമാണ്. അപ്പോൾ ഇത്രയും മാരകമായ പ്രശ്നങ്ങൾ നമ്മൾ ഈ ചെറിയൊരു അശ്രദ്ധനെ കൊണ്ട് പറ്റാം. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡോക്ടർ തരുന്ന മരുന്ന് കറക്റ്റ് ഡോസിൽ ഡോക്ടർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ഡോസിലാണോ നിങ്ങൾ കൊടുക്കുന്നതെന്ന് ഉറപ്പാക്കുക ആദ്യം. പിന്നെ ഞങ്ങൾ വാങ്ങിയ ആ സിറപ്പും ആ സിറപ്പാണോ ഡ്രോപ്സ് ആണോ അല്ല വാങ്ങിയ സിറപ്പ് 250 സിറപ്പാണോ 150 സിറപ്പാണോ അല്ലാതെ 500 സിറപ്പാണോ എന്ന് ഉറപ്പാക്കുക. പിന്നെ പല കുട്ടികളും ഇതൊക്കെ നമ്മൾ അറിയാതെ എടുത്ത് കുടിക്കാവുന്നൊരു സ്വഭാവം ചില കുട്ടികൾക്കൊക്കെ ഉണ്ട്. അപ്പം മരുന്ന് നിങ്ങൾ അതിൻ്റെ ഗൗരവത്തോടുകൂടി ഡോക്ടർമാർ പറയുമ്പോൾ വളരെ ശ്രദ്ധയോടെ കേട്ട് ഗൗരവത്തോടെ സൂക്ഷിക്കുകയും ഡോക്ടർ പറഞ്ഞ അതേ ലെവലിൽ അത് കൊടുക്കാനും ശ്രമിക്കുക. വാങ്ങിയിട്ട് നോക്കുക. നിങ്ങളിപ്പോൾ അതിൻ്റെ മേലെ എന്താണ് എഴുതിയിട്ടുള്ളതെന്നൊന്ന് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മരുന്ന് കൊടുക്കാതെ ഒന്നിക്കൽ ഡോക്ടറെ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഗൂഗിൾ ചെയ്യാം, അല്ലെങ്കിൽ ഡോക്ടർക്ക് ഇതിൻ്റെ ഫോട്ടോ എടുത്ത് വാട്സപ്പ് ചെയ്യാം. എല്ലാ സൗകര്യവും നമ്മളിപ്പോൾ ഇഷ്ടം അറിയുന്നല്ലോ. നമുക്കത് ഒന്നിക്കൽ നിങ്ങൾ വാങ്ങിയ മെഡിക്കൽ ഷോപ്പ് പോയിട്ട് അവരോട് ഡൗട്ട് ചോദിക്കുക. ഇതൊക്കെ ചെയ്തതിന് ശേഷം ഒരു സംശയത്തിൻ്റെ പേരിൽ ഒരിക്കലും കൊടുക്കാതിരിക്കുക. അത് നിങ്ങൾ സംശയ നിവാരണം നടത്തിയിട്ട് ഡോക്ടർ തന്ന മരുന്ന് അതേ ഡോസിലാണ് കൊടുക്കുന്നത് ഉറപ്പാക്കിയ ശേഷം മാത്രം കൊടുക്കുക. പല മരുന്നുകളും മറ്റെല്ലാ സാധനങ്ങളും പോലെ ഓവർ ഡോസായാൽ കുട്ടിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ചെറിയ കുട്ടി പിഴവ് സംഭവിച്ച കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മെഡിക്കൽ ഷോപ്പ് ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയതായും സമീർ ആരോപിക്കുന്നു. മെഡിക്കൽ ഷോപ്പിനെതിരെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ കണ്ണൂർ ഡ്രഗ്സ് ഡിപ്പാർട്ട്മെൻറ്റിലും പരാതി കൊടുത്തിട്ടുണ്ട്. പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുന്നു, FIR ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുട്ടിയുടെ അവസ്ഥയിലും അവർ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡോക്ടർ എഴുതിയത് വ്യക്തതയില്ലാത്ത പ്രശ്നമുണ്ടോ? ഇല്ല, ഡോക്ടർ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. സിറപ്പ് തന്നെ ഡോക്ടറെ പ്രിസ്ക്രിപ്ഷനിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് മെഡിക്കൽ ഷോപ്പിൻ്റെ അനാസ്ഥ മൂലം സംഭവിച്ചതാണ്. മെഡിക്കൽ ഷോപ്പിൻ്റെ അവരെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ഡോക്ടറും നമ്മളെ കൂടെ വന്നിരുന്നു. ഈ താഹിറ ഡോക്ടറും നമ്മളെ കൂടെ മെഡിക്കൽ ഷോപ്പിൽ വന്നിരുന്നു. അവരും സംസാരിച്ച് നിങ്ങൾ എന്താണ് ഇങ്ങനെ കൊടുത്തത് ഈ കുട്ടിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയുള്ള ലേഡി സ്റ്റാഫ് പറഞ്ഞതെന്ന് വെച്ചാൽ അത് ട്രെയിനി സ്റ്റാഫാണ് കൊടുത്തത്, നമ്മൾ കണ്ടിട്ടില്ല, അവർ കൊടുത്തത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അതിൻ്റെ ഓണർ വന്നിട്ട് ഭയങ്കര ഇതായിട്ടാണ് നമ്മളോട് സംസാരിച്ചത്. അവരുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ട് പോലും അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ നീ പോയിട്ട് കേസ് കൊടുക്കും, നിന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റും, നീ ചെയ്തോന്ന് ആ മെഡിക്കൽ ഷോപ്പ് അതിൻ്റെ ഓണർ നമ്മളോട് സംസാരിച്ചത്. നമ്മളൊരു ഭീഷണിപ്പെടുത്തുന്ന പോലെയുള്ള ഒരു സംസാരമാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ എന്തായാലും നമ്മൾ കേസായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബന്ധുക്കളുടെ പരാതിയിൽ പഴയങ്ങാടിയിലെ ഖദീജ മെഡിക്കൽസിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. KV ബൈജു ചേരുന്ന വിവരങ്ങളുമായി. ബൈജു, നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും നൽകുന്ന മരുന്നുകൾ അത് കൃത്യമായി ഡോക്ടർ കുറിച്ച മരുന്ന് തന്നെയാണോ എന്ന് നമ്മൾ ഓരോരുത്തരും സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഒരു പക്ഷേ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷെ അത് തന്നെയാണോ എന്ന് ഉറപ്പിച്ച ശേഷം മാത്രമേ മരുന്ന് കഴിക്കാവൂ. ഇല്ലെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങൾ സംഭവിക്കാം. അത് തന്നെയല്ലേ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഈ മെഡിക്കൽ ഷോപ്പിനെതിരെ പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ ഭാഗത്ത് തന്നെ ഉണ്ടായ വീഴ്ച തന്നെയല്ലേ ഈ കുഞ്ഞിൻ്റെ ജീവൻ തന്നെ ഈ രീതിയിൽ ഒരു അപകടാവസ്ഥയിൽ ഗുരുതരാവസ്ഥയിൽ ആകാനുള്ള കാരണം? ബൈജു, ടോമേ, തീർച്ചയായും കാൽപോൾ സിറപ്പ് കൊടുക്കേണ്ടതിന് പകരം കാൽപോൾ ഡ്രോപ്സ് അത് 5 mg അളവിലാണ് കൊടുത്തത്. വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ് ഈ മെഡിക്കൽ ഷോപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതായാലും ഖദീജ മെഡിക്കൽസ് പഴയങ്ങാടിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഇവിടെ ആരോഗ്യ വിഭാഗത്തിന്റെയും അതുപോലെ തന്നെ ഡ്രഗ്സ് കൺട്രോളിന്റെയും പരിശോധന നടത്തിയത്. എന്തായാലും ഈ പരിശോധനയൊക്കെ തുടരുന്നുണ്ട്. അപ്പോഴും ടോം സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ഡോക്ടർമാർ നൽകുന്ന കുറിപ്പടി അത് പലരും അതിന്റെ മെഡിക്കൽ ഷോപ്പൊന്നും മറ്റും മരുന്ന് വാങ്ങുമ്പോൾ അത് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താറില്ല. അത്തരമൊരു സംഭവമാണ് പഴയങ്ങാടിയിലും ഉണ്ടായത്. ഏതായാലും അത് പലരും സാധാരണക്കാർക്ക് ഒരു പക്ഷേ ഈ ഡോക്ടർ എഴുതിയ ആ വാചകങ്ങൾ, ആ മരുന്നിന്റെ പേര് കണ്ടുപിടിക്കാൻ കഴിയാത്തൊക്കെ സാഹചര്യം. അപ്പോൾ ഈ മെഡിക്കൽ ഷോപ്പിന് ഇതിൽ വലിയ ഉത്തരവാദിത്തമുണ്ട്, പല നിബന്ധനകളുമുണ്ട്. അത്തരം നിബന്ധനകളെല്ലാം കാറ്റിൽ പറത്തിയാണ് പല മെഡിക്കൽ ഷോപ്പുകളും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ കേസിലേക്ക് വന്നാൽ തന്നെ ആ പരിചയക്കുറവ്, ഒരു ട്രെയിനിയാണ് ഈ മരുന്ന് ഇത്തരത്തിൽ എടുത്തു നൽകിയത്. അതായത് കാൽപോൾ സിറപ്പ്
അത് ഒരു പക്ഷേ ഡോസ് കുറഞ്ഞ ഒരു സാധനമാണ്. അതിന് പകരം കാൽപോൾ ഡ്രോപ്സ് ഇന്ന് 5 mg അളവിലാണ് കൊടുത്തത്. അത് കരളിനെ നേരിട്ട് ബാധിക്കുന്ന ഒരു കേസാണ്. ഏതായാലും നമുക്ക് ഇതിലൊരു ആശ്വാസമുള്ളത്, ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ കുട്ടിയുടെ ആരോഗ്യ നില തൃപ്തികരമെന്ന് ഒരു വിവരം നമുക്ക് ലഭിക്കുന്നു. അത് തന്നെയാണ് ഇതിൽ ഏറ്റവും ആശ്വാസം. ഏതായാലും ഈ കുടുംബം പഴയങ്ങാടി സ്വദേശി സമീർ ഇത്തരത്തിൽ ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കാരണം ഇത്തരം സംഭവം തന്റെ 8 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് സംഭവിച്ച ഈ ഒരു അവസ്ഥ മറ്റാർക്കും ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ ഈ നിയമ നടപടി ശക്തമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നു തന്നെയാണ് പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഡ്രഗ്സ് കൺട്രോളിന്റെ പരിശോധന ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പോലീസ് കേസെടുത്ത് ഈ ഉടമയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അല്പസമയം മുമ്പ് സമീറിന്റെ വാക്കുകളാണ്, ഈ കുട്ടിയുടെ പിതാവിന്റെ വാക്കാണ് കേട്ടത്. ഈ തെറ്റ് പറ്റിയിട്ടും അവർ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി ഇതിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു തെറ്റ് പറ്റിയാൽ ആ വീഴ്ച സമ്മതിക്കുന്നതിന് പകരം ഭീഷണിപ്പെടുത്തുന്ന രീതിയിലും ന്യായീകരിക്കുന്ന രീതിയിലുമാണ് പലരും രംഗത്ത് വരുന്നത്. എന്തായാലും ഒരു അതാണ് കാരണം ഇവിടെ ഒരു അവരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയെ വീണ്ടും വീണ്ടും ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മെഡിക്കൽ ഷോപ്പിനെതിരെ ഇതിനു മുൻപ് ഏതെങ്കിലും രീതിയിലുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ടോ, അതോ ആദ്യമായിട്ടാണോ ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്? ടോമി, അത് സംബന്ധിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. നിലവിൽ പരാതി ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പല മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും ഇത്തരത്തിൽ ഡോക്ടർമാരുടെ കുറിപ്പടിയില്ലാതെ മരുന്ന് നൽകുന്നത് ഒരു പ്രവണത കൂടിയുണ്ട്. അതും വലിയ അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ്. അത്തരത്തിൽ മരുന്നുകൾ വാങ്ങി ഇത്തരത്തിൽ ഡോസ് മാറിയൊക്കെ കഴിക്കുന്നതും ആരോഗ്യത്തെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. അത് മെഡിക്കൽ ഷോപ്പുകാർ ഒരു പക്ഷേ ബിസിനസ് കച്ചവടം എന്ന രീതിയിൽ മുൻനിർത്തി ഇത്തരത്തിൽ മരുന്നുകൾ കൊടുക്കുന്നതും, ഇതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിചയക്കുറവുള്ള സ്റ്റാഫുകളെ വെച്ച് ഇത്തരത്തിൽ മെഡിക്കൽ ഷോപ്പ് പ്രവർത്തിക്കുന്നതും വലിയ അപകടാവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ കുഞ്ഞിന്റെ കാര്യത്തിലേക്ക് തന്നെ വന്നാൽ ഒരു 5 mg ആണ് ഒരു ദിവസം. ആ ബോട്ടിൽ 5 ദിവസം കൊണ്ട് തീരേണ്ട ബോട്ടിൽ 2 ദിവസം കൊണ്ട് തീരുന്ന സാഹചര്യം. അത്രത്തോളം വലിയ ഡോസാണ് ഈ കുട്ടിയുടെ ശരീരത്തിലേക്ക് എത്തിയത്. അത് നേരിട്ട് കരളിനെ ബാധിക്കുന്നത്, പിന്നീട് തലച്ചോറിനെ ബാധിക്കുന്ന രീതിയിലും ഒരു പക്ഷെ മരണം വരെ സംഭവിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ കുട്ടി എത്തിയിരുന്നു. ഒരു പക്ഷേ ആ കുട്ടിയുടെ രക്ഷിതാക്കൾ അത് സംശയം തോന്നിയതിനെ തുടർന്നാണ് ഈ കുറിപ്പ് പരിശോധിക്കുകയും ഇതിൽ പേര് മാറ്റം ശ്രദ്ധപ്പെടുകയും പിന്നീട് ക്ലിനിക്കിൽ പോയി ഡോക്ടറോട് ഈ കാര്യം പറയും. ഡോക്ടർ തന്നെ നേരിട്ട് ഈ മെഡിക്കൽ ഷോപ്പിലെത്തി ഇവരോട് ഈ കാര്യം പറയുന്ന സാഹചര്യമുണ്ട്. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ കണ്ണൂരിലെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുകയും അവിടെ നിന്നും വിദഗ്ധ ചികിത്സ ലഭ്യമാക്കിയതിനെ തുടർന്നാണ് ഈ കുഞ്ഞിന്റെ ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത്. അത്തരത്തിൽ ജീവൻ വരെ നഷ്ടമായേക്കാവുന്ന തരത്തിലാണ് ഈ ഇടപെടൽ. ഏതായാലും ഇത്തരം സംഭവങ്ങൾ ഈ മെഡിക്കൽ ഷോപ്പുകളിലെ തോതിൽ വലിയ പരാതികളാണ് പല മെഡിക്കൽ ഷോപ്പുകൾക്ക് എതിരെയും ഉയരുന്നത്. അതായത് തീരെ പരിചയസമ്പന്നരായ അല്ലാത്ത ആൾക്കാരെ ഇത്തരത്തിൽ ജോലിക്ക് വെക്കുകയും അവർ ഈ കൃത്യമായി ഇത് പരിശോധിക്കാതെ മരുന്ന് നൽകുകയും ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. പലരും ഇത് പരാതി നൽകാൻ തയ്യാറാകുന്നില്ല എന്നതിനടുത്താണ് ഇവർ ഇത് ഇത്ര ഗൗരവമായി കാണാതെന്ന് തോന്നുന്നു. ഏതായാലും ഈ കാര്യത്തിൽ ഈ കുട്ടിയുടെ പിതാവ് പരാതിയുമായി രംഗത്ത് വരികയും പോലീസ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായതും ഇപ്പോൾ പരാതിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഈ മെഡിക്കൽ ഷോപ്പുകാരെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ പരാതിയുമായി നേരിട്ട് ഇത്തരത്തിൽ പോകുമെന്ന് തന്നെയാണ് പറഞ്ഞത്. അതുമാത്രമല്ല, കണ്ണൂർ ജില്ലയിലെ മുഴുവൻ മെഡിക്കൽ ഷോപ്പുകളിലും ഒരു പരിശോധന ശക്തമാക്കുമെന്ന് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗവും അറിയിച്ചിട്ടുണ്ട് കേട്ടോ. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്.